ടെക്നോളജിക്കലി ലോകം ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ എല്ലാ കാലത്തും മനുഷ്യന്മാർ ടെക്നോളജിക്കലി പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന കാലത്തൊക്കെ മനുഷ്യൻ പൊതുവെ രണ്ട് വിഭാഗമായിട്ട് തിരിയാറുണ്ട്. ഒരു വിഭാഗം ഈ ടെക്നോളജിയുടെ മാറ്റങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതിനോട് ആനുപാതികമായി തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയും ചെയ്ത് അങ്ങനെ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഗുണഫലങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം എല്ലാ കാലത്തും ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ സംശയത്തോടെ വീക്ഷിക്കുകയും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ കോഴ്സ് ഓഫ് ആക്ഷനിൽ അതിനോട് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാതെ തീർച്ചയായിട്ടും ഹെസിറ്റേറ്റായി നിന്നുകൊണ്ട് അവസാനം ഈ ഒരു ട്രാക്കിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി ട്രാക്കിൽ നിന്ന് തന്നെ തെറിച്ചു പോവുകയും ചെയ്തിട്ടുള്ളൊരു വിഭാഗമാണ്. ഇന്ന് ലോകം ഒരു വലിയ ചോദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ മുന്നേറ്റം എങ്ങോട്ടാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഈ കാലത്ത് മനുഷ്യകുലം അടുത്തൊരു ഡിക്കേഡ് അല്ലെങ്കിൽ ഒരു 2 ഡിക്കേഡിനുള്ളിൽ വളരെ ഡിസ്ട്രപ്റ്റീവായ വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചുകളിലേക്ക് കടന്നു പോവുകയാണ് എന്ന് വലിയ രൂപത്തിലുള്ള റിസർച്ചുകളും പഠനങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്, അതിൻ്റെ ഒരു ത്രിഷോൾഡിലാണ്, അതിൻ്റെ ഒരു ഉമ്മറപ്പടിയിലാണ് നമ്മൾ എന്നതാണ് ഇന്നൊരു പരമയാഥാർത്ഥ്യമായ കാര്യം. പക്ഷെ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് ജോബ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഡെയിലി ബേസിസിൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആമസോണിൽ നിന്ന് ഇത്ര ആളുകളെ പിരിച്ചുവിട്ടു, ഗൂഗിളിൽ നിന്ന് ഇത്ര ആളുകളെ പിരിച്ചുവിട്ടു. ലോകത്തെ വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവനും പ്രൊഡക്ടിവിറ്റി AI ടൂൾസുകളിലേക്ക് തിരികെയും മനുഷ്യൻ്റെ ജോബ് മാക്സിമം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വർക്ക് ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് AIക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി AI ടൂൾസുകളെ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. റോബോട്ടിക്സിൻ്റെ സഹായങ്ങൾ നേടുന്നത് നമ്മൾ കാണുന്നു. ഇങ്ങനെ ലോകം ഒരു മാസീവ് ഷിഫ്റ്റിലേക്ക് ടെക്നോളജിക്കലി പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മളുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു മാസീവ് അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് ഷിഫ്റ്റിനെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇതുവരെ പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ലോകമായിരിക്കില്ല ഇനി ഒരു 10 അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്കപ്പുറം എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയമില്ല. പക്ഷേ ആ ലോകം എങ്ങനെയായിരിക്കും എന്നതാണ് എല്ലാവരുടെയും മുന്നിലുള്ള പ്രോബ്ലം. അവിടെ പലരും പറയുന്നത് ഞാൻ പഠിച്ച ജോബ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു സ്കില്ല് ബേസ് ചെയ്തുകൊണ്ട് എനിക്കിനിയും വളരെ കാലം നമ്മുടെ ജീവിത ഗന്ധിയായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. പല ആളുകളും അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം മനുഷ്യൻ്റെ എപ്പോഴത്തും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സൈക്കോളജിക്കലി മനുഷ്യർക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവൻ കാണുന്ന ന്യൂസുകൾ, അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവൻ ഇടപെടുന്ന മനുഷ്യരൊക്കെ ആ ഒരു സർക്കിളിലുള്ളവരായിരിക്കും എന്നത് സൈക്കോളജിക്കലി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഏരിയയിൽ വരുന്ന റിസർച്ചുകളെ സാഹൂതം വീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ആ റിസർച്ച് നടത്തുന്ന ആളുകൾ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന റിസർച്ചുകളെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു 10 വർഷം, ഇനിയുള്ള അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു 10 വർഷം, അങ്ങനെ ടോട്ടൽ അടുത്തൊരു 20 വർഷം കൊണ്ട് ലോകം അടിപൊളി മാറാൻ പോവുകയാണ്. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ 50 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഒരു പക്ഷേ 100 വർഷങ്ങൾക്കപ്പുറം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾക്കിടയിലായിട്ട് എന്ത് ചെയ്യുകയാണ്, ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ലോകത്ത് നമ്മുടെ മുന്നിൽ വരികയാണ്, നമ്മുടെ മുന്നിൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ ഇതിൻ്റെ ഒരു ചേഞ്ചിനെ, ലോകത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നതാണ് സൈറ ലേണിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിൽ മാക്സിമം കഴിയുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ബേസിക്കലി സൈറ ലേണിങ്സ് ടെക് ആക്സിലറേറ്റർ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല രൂപത്തിൽ പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. പല രൂപത്തിൽ ഞങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സെഷനുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. സൈറ ലേണിങ്സിൻ്റെ ടെക് ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടെക്നിക്കൽ ഇൻക്യുബേഷൻ പ്രോഗ്രാമാണ്.
ടെക്നിക്കൽ ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് സൈറയുടെ 6 മന്ത് പ്രോഗ്രാമിൽ കൃത്യമായി ഞങ്ങളുടെ ഡെവലപ്പേഴ്സിനെ, ഞങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് ഫേം കൂടിയാണ് കോഡൻഡർ ടെക്നോളജീസ് എന്ന പേരിൽ ഡിഫറൻ്റ് ആയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഡിഫറൻ്റ് ആയ ഇൻഡിവിജ്വൽസിനും വേണ്ടി മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും അതുപോലെയുള്ള അവർക്ക് വേണ്ട എല്ലാ ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഫേം എന്ന നിലയിൽ ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് സീനിയർ ഡെവലപ്പേഴ്സിനോടൊപ്പം ഇരുന്നുകൊണ്ട് 6 മന്ത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് വേണ്ട, നമ്മൾ പ്രധാനമായിട്ടും 3 പ്രോഗ്രാംസുകളാണ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് നമ്മളുടെ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റിലെ മേൺ സ്റ്റാക്ക് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. മറ്റൊന്ന് ഫ്ലട്ടർ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് ആണ്. മറ്റൊന്ന് UI/UX ഡിസൈനിങ് ആണ്. ഇത് 3ലും ഡെവലപ്പേഴ്സിനോടൊപ്പം ഇരുന്നുകൊണ്ട് 6 മന്ത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് നമ്മുടെ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് വർക്കൗട്ടുകളും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ലൈവ് പ്രൊജക്റ്റുകളും ഒക്കെ ചെയ്ത് അടുത്തൊരു 6 മന്ത് വിത്ത് സാലറി ഞങ്ങളുടെ കോഡൻഡർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഫേമിൽ തന്നെ ജോബ് കിട്ടുന്ന രൂപത്തിലുള്ള ജോബ് അഷ്വർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സൈറയുടെ ടെക്നിക്കൽ ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഓഫ്ലൈനായിട്ട് 6 മന്ത് ആയിട്ട് നമ്മളുടെ സീനിയർ ഡെവലപ്പേഴ്സിനോടൊപ്പം ഇരുന്ന് കൃത്യമായിട്ട് നിങ്ങൾ ലൈവ് പ്രൊജക്റ്റുകളിലും മറ്റു മോക്ക് പ്രൊജക്റ്റുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് വളരെ സ്കില്ലഡ് ആയിട്ട് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോഗ്രാമിനുള്ള ഉദ്ദേശം. അവസാനമായിട്ട് നമ്മളുടെ ഏറ്റവും സൈറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ രൂപത്തിൽ വലിയ വിധത്തിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ പ്രൈസ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊന്നും പല ആളുകൾക്കും ആക്സസിബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പോൾ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്ന് കൃത്യമായിട്ട് ഏറ്റവും മികച്ച സർവീസ് അഫോർഡബിൾ ഫീസിൽ നമ്മളുടെ ആസ്പിറൻസ് ആയ ടെക്നിക്കൽ ആസ്പിറൻസ് അല്ലെങ്കിൽ ആസ്പയറിംഗ് ടെക്കീസിന് പ്രൊവൈഡ് ചെയ്യുക എന്ന ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഹൈബ്രിഡ് പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഈ ഹൈബ്രിഡ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പാസ്സായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നമ്മോടൊപ്പം പഠിക്കാൻ തയ്യാറാണ്, ഡെഡിക്കേറ്റഡ് ആണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ കുറഞ്ഞ ഒരു ഫീസിൽ, വളരെ അഫോർഡബിൾ ആയൊരു ഫീസിൽ ഓൾമോസ്റ്റ് 6 മന്ത് പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടി, അത് തന്നെ ലൈഫ് ടൈം ആക്സസോട് കൂടിയുള്ള റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും ഒക്കെ നൽകുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. മാത്രമല്ല അത് സൈറയുടെ ഓഫ്ലൈനായിട്ട് സൈറയുടെ ഓഫീസിൽ അല്ലെങ്കിൽ സൈറയുടെ നമ്മളുടെ ടെക്നോളജി ഡെവലപ്പേഴ്സിനോടൊപ്പം ഇരുന്നു കൊണ്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത് വളരെ അഫോർഡബിളായൊരു ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതായത് പുതിയ കാലത്ത് ടെക്നോളജി വലിയ മാസീവ് ഷിഫ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം, ഇനി നമ്മളുടെ സ്കില്ലുകൾ എങ്ങനെയായിരിക്കണം എന്നൊരു ചോദ്യത്തിന് സൈറ അഡ്രസ്സ് ചെയ്യുന്നത് 3 രൂപത്തിലാണ്. പ്രധാനമായിട്ടും നിങ്ങൾ അധിക ആളുകളും നോക്കുന്നത് ഒരു നല്ല പ്ലേസ്മെൻ്റ് ആയിരിക്കും, നല്ലൊരു ജോബായിരിക്കും. പലപ്പോഴും ജോബ് റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് AI യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻ്റായ ടെക്നോളജിയുടെ ഡിഫറൻ്റായ പ്രൊഡക്റ്റുകൾ കൊണ്ട് ജോബ് റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു ജോബിലേക്ക് പോയാലും ഏതൊരു കമ്പനി നമ്മളുടെ സ്വപ്നത്തിലുണ്ടെങ്കിലും ആ കമ്പനികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സിൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു മാൻ പവറിനെ റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കൊന്നും ഇനിയൊരു 10-20 വർഷങ്ങൾക്കപ്പുറത്ത് അവരുടെ നിലനിൽപ്പൊക്കെ ഭീഷണിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളും മുഴുവനും ഇങ്ങനെ മനുഷ്യൻ്റെ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവരുടെ ബിസിനസ്സിൻ്റെ പ്രൊഫിറ്റബിലിറ്റി, ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, സ്കൈലബിലിറ്റി, അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഡാറ്റ അനലിറ്റിക്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് റിസൾട്ടുകൾ വരാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ ബിസിനസ് ഫേംസ് മുഴുവനും ഇത്തരം ഒരു മാറ്റങ്ങളിലേക്ക്, മാസീവ് ഷിഫ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ജോബ് കിട്ടുന്ന ചെറിയ സ്ഥാപനങ്ങൾ പോലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരിത്തരം ഒരു ടൂൾസിലേക്കും അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റത്തിലേക്ക് അവർ പോയിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും റൺഔട്ട് ആവുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ കൺതുറക്കുന്നത്. എങ്കിൽ പോലും അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് IT ഫീൽഡിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാറിയോ വെച്ച് നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്ലേസ്മെൻ്റ് ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വളരെ കോർപ്പറേറ്റ് ആയ ട്രെയിനിങ് നമ്മളുടെ 3 പ്രോഗ്രാംസിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഡിഫറൻ്റ് ആയ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രെപ്പിന് വേണ്ടിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ തരുന്നുണ്ട്. നിങ്ങളുടെ
നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കാൻ അത്രമേൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷ വെച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ചെറിയ ചെറിയ പ്രോഗ്രാംസിലൂടെ ചെറിയ ആക്ടിവിറ്റീസിലൂടെ നിങ്ങളെ ഇംഗ്ലീഷിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിലേക്ക് വരെ കൊണ്ടുവരുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിലുള്ളത്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ CV എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എത്രയാണോ വേണ്ടത് അത്രയും തവണ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്, ടെലിഫോണിക് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്, CV എൻഹാൻസ്മെൻറ്റ് സെഷൻസ്, ഇതെല്ലാം കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കോർപ്പറേറ്റ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിലൂടെ തീർച്ചയായിട്ടും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നല്ല ഒരു പാക്കേജിൽ കയറാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. സൈറയാകുന്നതിന് മുമ്പുള്ള നമ്മളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് കോഡിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. 100+ പ്ലേസ്മെൻറ്റ്സുകൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് പുതിയ കാലഘട്ടത്തിലെ പ്രൊഡക്ടിവിറ്റി ടൂളുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നല്ല പാഷനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് അതുപോലെ തന്നെ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് ഫ്രീലാൻസേഴ്സ് ആയിട്ട് മാറാനുള്ള പ്രോഗ്രാംസും സൈറ ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ളത് സൈറയിൽ നിന്ന് വളരെ ഡെഡിക്കേറ്റ്ലി ഡിസൈൻ ചെയ്യപ്പെട്ട വളരെ ഡെഡിക്കേറ്റഡ് മെൻറ്റർഷിപ്പോട് കൂടിയുള്ള 2 പ്രോഗ്രാംസുകളാണുള്ളത്. ഒന്ന് ഹൗ ടു ഫ്രീലാൻസ് എന്നാണ്. ഈ ഹൗ ടു ഫ്രീലാൻസ് എന്ന് പറയുന്നത് ഫ്രീലാൻസേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും നമ്മളൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബിസിനസ് കാലഘട്ടം അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഒരു മാസീവ് ഷിഫ്റ്റിലേക്ക് പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് നിങ്ങളിൽ നിന്ന് ഒരാൾ ഒരു ക്ലയൻറ്റ് നേടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം ഒരു ബ്രാൻഡായിട്ട് ബിൽഡപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലൊരു ട്രസ്റ്റ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ട്രസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അതേപോലെ തന്നെ നിങ്ങൾ ഏത് തരത്തിലായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഓരോ വർക്കിൻ്റെയും പ്രൈസിങ് എന്തായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ ഫേസ് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിനെയും ഇൻസ്റ്റഗ്രാമിനെയും മറ്റൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവനും സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന പ്രോഗ്രാമാണ് ഹൗ ടു ഫ്രീലാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് നമുക്ക് ഹൗ ടു ബി ആൻ ഓൺട്രപ്രണർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെവർ എ കേക്ക് വാക്ക്. ഒരിക്കലും വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഓൺട്രപ്രണർഷിപ്പ്. അതുപോലെ തന്നെ എല്ലാവർക്കും പറഞ്ഞ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈസി ടോക്സും അല്ല, അല്ലെങ്കിൽ ഈസി ടാസ്കുമല്ല എന്തെന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ ഓൺട്രപ്രണർ ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ്, എന്തുകൊണ്ട് നിങ്ങൾ ഓൺട്രപ്രണർ ആവണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓൺട്രപ്രണർ ആവാൻ പാടില്ല, ഈ കാര്യങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ ഒരു കൃത്യമായ സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാം, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്കൊരു നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനാൻസിങ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതിൻ്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മളുടെ ഇന്നത്തെ ഡിജിറ്റൽ ഫേസ് എൻഹാൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും A to Z ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ടെക്നിക്കാലിറ്റീസും അതുപോലെ തന്നെ മുഴുവൻ സ്കിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണിത്. അപ്പോൾ കേവലം ഒരു ജോബ് എന്നതിനപ്പുറത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രൊഡക്റ്റീവ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഓൺട്രപ്രണർഷിപ്പ്, ഫ്രീലാൻസിങ് പോലെയുള്ള കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും സൈറ ഇവിടെ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു പ്രോബ്ലത്തിന് കൃത്യമായിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് എന്നറിയാം. പക്ഷേ നിങ്ങളിലാണ് പ്രതീക്ഷ, നിങ്ങളും കൂടി റെഡിയാണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുൾ ആയൊരു പ്രോഗ്രാമായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് സൈറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ വളരെ ക്വാളിറ്റി സർവീസാണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്ത ക്വാളിറ്റി സർവീസാണ്. സൈറയുടെ 3 തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്. ടെക്നിക്കൽ ഇൻക്യുബേഷൻ പ്രോഗ്രാം ആവട്ടെ, അതല്ലെങ്കിൽ 6 month നമ്മളുടെ ഓഫ്ലൈൻ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആവട്ടെ, അതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് പ്രോഗ്രാംസ് ആവട്ടെ, ഈ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ക്വാളിറ്റി സർവീസാണ്. നിങ്ങളെ നയിക്കാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കൃത്യമായ ഒരു HOD ഉണ്ടാകും. ആ HOD എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള
ഫാക്കൽറ്റീസ് ആയിരിക്കും. അവരുടെ കീഴിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സിസ്റ്റം ടോട്ടലി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും സൈറയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളിതിൽ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ നമ്മളുടെ ഏത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് 100% റീഫണ്ട് പോളിസിയും കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അടുത്തൊരു കാലത്തേക്ക് കൃത്യമായിട്ട് അടുത്തൊരു നീഡ്സിന്, അടുത്തൊരു ജനറേഷൻ്റെ നീഡ്സിന് അല്ലെങ്കിൽ അടുത്ത ഒരു കാലഘട്ടത്തിൻ്റെ നീഡ്സിന് ആവശ്യമായ സ്കില്ലുകൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനൊക്കെ അപ്പുറത്താണ് സൈറയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോഡിങ്ങുമായി ബന്ധപ്പെട്ട, പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഡിഫറൻ്റ് ആയ ഡേഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു യൂട്യൂബ് ചാനലും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സൈറയുടെ നിങ്ങളുടെ മുന്നിൽ വരുന്നൊരു ഫേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സൈറയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി മെസ്സേജ് അയക്കാം. ഞങ്ങളുടെ മുഴുവൻ സിസ്റ്റങ്ങളും ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു നല്ലൊരു പ്രോഗ്രാമർ ആവാൻ നിങ്ങൾക്കതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ, അതിൻ്റെ ഒരു ആസ്പയറിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സൈറയിൽ ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്തായാലും ഇതൊരു ഡിഫറൻ്റ് ആയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. Then I am welcoming you to Saira's Tech Accelerator program.